ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്തെടുക്കുകയാണ്? ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ ചായക്ക് കടിയുടെ കൂടെ കഴിക്കാനുള്ള കറിയാണ് ഗ്രീൻ പീസ്. അപ്പൊ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴുകിയ ഗ്രീൻ പീസിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലേ ഗ്രീൻ പീസിന്റെ കറിക്കൊക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോ ഗ്രീൻ പീസ് നല്ല എല്ലാ സാധനങ്ങളും വെന്താലേ രസം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും നമ്മളിപ്പുറത്ത് കുറച്ച് ചായ വെക്കാനുള്ള പരിപാടിയാണ്. സേന മദ്രസ ഉണ്ട്, കുഞ്ഞ് നീപ്പിച്ചിട്ടില്ല കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ചെക്കൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഇപ്പൊ രാവിലെ കുളിയും തേവാരൊന്നുമില്ല, ഭയങ്കര മടിയാണ്. അപ്പൊ എന്താ പിന്നെ മെല്ലെ നീറ്റാ മതി വിചാരിച്ചു. ഇത് ഇന്നലെ ഓന് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയാണ് കേട്ടോ. പഞ്ചസാര കുരുക്കിയിട്ട് ഒരു മിഠായി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. കയ്യിലൊക്കെ കേടെടുത്തിട്ടുണ്ട്. നേരം വെളുത്തപ്പോഴാണ് ഞാനത് കാണുന്നത്. ഇനിയിപ്പോൾ നീറ്റിട്ടാണ് കേട്ടോ അതിനെ കുറിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കയ്യിൽ കേടെടുത്തിയത്. അത് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് എനിക്കറിയില്ല. പുറത്തതേ മഴ പെയ്യാണ്. ബൈക്കൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ നീക്കുമ്പോ അത്ര മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂടോടെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കുടിക്കാൻ വേണ്ടിട്ട്. ചെക്കന് അർഷാക്കുന്റെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഒന്നാമതും എന്റെ കുപ്പായങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല, രണ്ടാമത് തണുക്കൂല. അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും അവനും വേണ്ട രാവിലെ എപ്പോഴും ഡെയിലി നടക്കേണ്ട സംഭവമാണ്. മദ്രസയുള്ള സമയത്ത് ഒരുമിച്ചാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്താ പറയാ, ഗ്രീൻ പീസ് കറിയും ഈ അപ്പം നല്ലൊരു കോംബോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സാധനങ്ങളൊക്കെ പിന്നീട് ഇഷ്ടപ്പെടുന്നതാണ് അല്ലെ. അങ്ങനെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടുള്ള ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. കറിക്കുള്ള വെജിറ്റബിൾസ് കട്ട് പണി വെച്ചിരിക്കുക. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പൊ കുക്കർ തുറന്നപ്പോഴേക്കോ കറക്റ്റ് വേവായിരുന്നു. അപ്പൊ നമ്മള് സംഭവങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ കരുതി പാത്രമൊക്കെ വെച്ചപ്പോഴാണ് ഇസു നീറ്റ് വരുന്നത്. ഇസു നീറ്റ് വന്നപ്പോ തന്നെ ഓനിക്ക് ഇന്നലെ അർഷാക്കും മീനിനെ വാങ്ങിക്കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെയാണ് നോക്കി ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് മൊയ്യിന്റെ കുട്ടികളാണ്. അപ്പൊ കിടന്നുറങ്ങണതിന് മുമ്പായിട്ട് എന്റെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. കുറെ മീനിന്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ വെള്ളമൊക്കെ ആകെ മോശമായിട്ടുണ്ട്. അപ്പൊ നീറ്റ് വാടെ പല്ലൊന്നും തേക്കാതെ ബാത്റൂമിൽ ഒന്നും പോവാതെ മീനിനെ കാണാൻ വന്നിക്കാണ്. സയാനത്തെ മാറ്റിലൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൻ അവിടെ ഇരുന്നിട്ട് ഓന്റെ മീനിനെ ശുശ്രൂഷിക്കുകയാണ്. നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം കേട്ടോ. അതിന്റെ ഇടയിൽ നിന്ന് അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയപ്പോൾ നമ്മുടെ പച്ചമുളകും വെല്ലുള്ളി കട്ടിയതും ചേർത്തോട്ട് വഴറ്റിയിട്ടു. അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഉമ്മച്ചി എന്നുള്ള വിളി വന്നു കേട്ടോ. റെയിൻകോട്ടിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. നല്ല മഴയല്ല. അപ്പൊ സയാൻ മാത്രം കോട്ടിട്ടിട്ടാണ് പോവാ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കുട ഉണ്ട് കേട്ടോ. ഓനും കോടയും തമ്മിലൊരു നടക്ക് ചേരൂല. അങ്ങനെ ഓനെ പറഞ്ഞയച്ചു കേട്ടോ. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വന്നൊരു ഓർമ്മയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇസുവിനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഓന് ഒരു പോണോ നോക്കി ഇങ്ങനെ എന്താ കിളി പോയിരിക്കുകയാണ്. അങ്ങനെ അകത്ത് വന്നപ്പോ ഇന്റെ കിളി പോയി. ഗ്യാസ് ഉള്ളിലേക്ക് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കരിഞ്ഞിട്ടില്ല, എന്നാലും ഏകദേശം ഒരു കരിഞ്ഞലൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റി, പിന്നെ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. എന്തായാലും കരിഞ്ഞിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാന്ന് വിചാരിച്ചു. കരിഞ്ഞു എന്ന് കരുതിയിട്ട് കറി ബാക്കിയൊന്നും ചെയ്തില്ല, കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ, മുളക്, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തു. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ ഗ്രീൻ പീസ് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ച് ചേർക്കാന്നുള്ള കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഒന്നാമത് മിക്സിയിൽ ജാറ് വരത്തുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ്. ഇതിപ്പോ ഇത് എടുത്തിട്ട് അവിടെ പോയി അടിച്ച് അതെടുത്തിട്ട് ഇതിൽ കൊഴിക്കണ്ടേ, ഭയങ്കര റിസ്ക് ആണ് കേസ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഉടച്ചോണ്ടിരിക്കുക, അതും സമയം നഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഇതാണ് നമുക്കൊരു എന്താ പറയാ ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഉടച്ചെടുത്തിട്ടൊന്ന് തിക്കായിട്ടുള്ള ഒരു കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അടുത്ത പരിപാടി അപ്പം ചുടലാണ്. അപ്പൊ നമ്മൾ അടുപ്പിലാണ് അപ്പം ചുടുന്നത്. സാധാരണ ഞാൻ ഗ്യാസിൽ ഉണ്ടാക്കാറാണ്. ഇതിനിപ്പോ എന്താ കാരണം എന്ന് വെച്ചാല് ഇന്ന് നമുക്കിവിടെ വിരുന്നേരുണ്ട്. വിരുന്നേരല്ല കേട്ടോ, അമ്മയും ചെറിയ അനിയനും ഉണ്ട്. ഒരു 2 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പൊ അപ്പം കുറച്ച് തോനെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കാന്ന് കരുതി. ഗ്യാസിലാകുമ്പോൾ നമ്മുടെ അടുപ്പ് തെറിക്കും, ഗ്യാസ് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അടുപ്പിലാകുമ്പോൾ ഇങ്ങനെ സാധാരണ മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഓരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുത്ത് ഫസ്റ്റ് ചൂടാവണതിന് മുന്നേ ഒരു അപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ഒരു അലീസ് ഉണ്ടാക്കാന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ തവിട് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പൊ മിക്സിയിൽ കളയാന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യാൻ പോണത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു. എന്തായാലും ചെയ്ത് കഴിഞ്ഞ പടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടഞ്ഞെടുത്തിട്ട്, ഇത് കഴുകാതെ ഗോതമ്പാണ് കേട്ടോ, കഴുകൊന്നും വേണ്ട. കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ വലിയ ജാറുണ്ടല്ലോ, ജ്യൂസൊക്കെ അടിക്കുന്ന ജാറ്, 2 ബ്ലേഡ് വരുന്നത്, അതിലിട്ടിട്ടാണ് നമ്മളിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കിന്
നമുക്ക് ബോധം വന്നത് കറണ്ട് ഇല്ലാന്ന്. അപ്പൊ പിന്നെ അപ്പം ചൂടാനായിട്ട് നിന്നു കേട്ടോ. രാവിലെ മഴ ആയതുകൊണ്ട് കറണ്ട് വരിക പോവാ ഇതായിരുന്നു അവസ്ഥ. അതിന്റെ ഓർമ്മയില്ലാതെയാണ് ഗോതമ്പൊക്കെ നനച്ചത്. എന്തായാലും നമ്മൾ അപ്പൊക്കെ അടിപൊളിയായിട്ട് പിന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇസ് പിന്നെ മീനിനെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. വരുന്നവർക്കും പോണവർക്കും ഒക്കെ മീനെ കാണിച്ചു കൊടുക്കണം. ഇന്നലെ രാത്രിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല എനിക്ക്. അങ്ങനെ എല്ലാവരെയും അവന്റെ പെറ്റിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചായക്ക് കുടിച്ചു എല്ലാവരും ഓരോരുത്തരെ പണിക്ക് പോകാൻ നിൽക്കുകയാണ്. കടയ്ക്ക് പോണവരും പണിക്ക് പോണവരും സ്കൂളിൽ പോണവരും ഒക്കെയാണ് കേട്ടോ. അപ്പൊ പോണതിന് മുമ്പായിട്ട് കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറച്ച് സമയങ്ങളാണ്. അർഷാക്കുവിന് നേരം വഴുകി നിൽക്കണം. അതിന്റെ ഇടയിൽ കുട്ടികളെ കൂടെ പന്തളിക്കാൻ ഉള്ള സമയമൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. സാധാരണ പുറത്തൊക്കെയാണ് കളിക്കൽ. ഇപ്പൊ മഴ ആയതുകൊണ്ട് അകത്താണ്. എല്ലാവരും നല്ല കളിയുടെ തിരക്കിലാവും. ഇവിടെ ഒരാൾ തൊട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ടവൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു തൊട്ടിയിൽ കിടക്കുന്ന കുട്ടീനെ ഉണ്ടാക്കാറില്ലേ, അത് ഞാൻ ഒരു ദിവസം അവന് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ചെറുക്കൻ എപ്പോ ടവലുണ്ടായാലും മടക്കിക്കൊണ്ടിരിക്കും. മുൻക്ക് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അവൻ അടിപൊളിയായിട്ട് ഇങ്ങനെ മടക്കൂട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കറണ്ട് വന്നപ്പോൾ നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഗോതമ്പിനെ. ഇപ്പൊ ഇതിന്റെ തവിടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങള് ചേറി എടുക്കാനുണ്ട്. ഈ ചേറാൻ എനിക്ക് അറിയില്ല. ഉമ്മ ഇവിടെ ഉള്ള ഒരു ധൈര്യത്തിലാട്ടോ ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഉമ്മ അടിപൊളിയായിട്ട് മഴച്ചാറിലൊക്കെ കൊണ്ട് ഇങ്ങനെ അറഞ്ചം പുറഞ്ചം ചേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെടുത്തരണ്ട എനിക്ക്? അതിനെന്തിനാ? രാവിലെ കണ്ടില്ലേ, തിന്നാട്ട് കൊടുത്തില്ലേ? ഞാൻ അവിടെ നീന്തി കളിച്ചോട്ടെ, ഒരു സമാധാനം കൊടുക്ക്. തിന്നിച്ചുണേ, നോച്ചിനെന്തിനാ? എനിക്ക് എത്തൂല ഇസോ, ഇപ്പിച്ച് വന്നിട്ട് എടുത്തരും. മേലെയാണത്, അനക്ക് എത്തൂല. ജാമന്ന് വീഴും. ഇവിടെ ഇറങ്ങിക്കോ. ആകെ അടുങ്ങറിയിക്കോ എനിക്ക് കിട്ടായിട്ട്. എന്താ എടുത്തേക്കെത്തൂല. ദൂരെയാണ്, ദൂരെ അങ്ങ് ദൂരെ മലേഷ്യയിൽ കണ്ട ദൂരെയാണ്. എനിക്ക് എത്തൂല. അമ്മ കേറിയാലും ഒക്കെ എത്തൂല. ആ എങ്ങനെ എന്നാലും എടുത്തരുന്ന എത്തൂലെങ്കി നീ ഇപ്പൊ വരും. അപ്പൊ എടുത്തരും. ആ അപ്പാക്ക് എത്തും. ഇപ്പൊ വലിയ ആളാണ്. അപ്പൊ പപ്പാക്ക് എത്തും. ആ എന്നാ അവിടെ ഇരുന്നോട്ടെ. ആ ഇപ്പൊ വരട്ടെ, എന്നിട്ട് എടുത്തരും കേട്ടോ. ജമ്മന്ന് ഇറങ്ങി കൈകാലി കടത്തണ്ട. ആ മീന് വേണ്ടേ? ആ എന്നാ അവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് പോരി. വലിയ ഫിഷോ? ഓ പിന്നെന്താ, എത്ര പോന്ന് വേണം? ആയിക്കോട്ടെ, എന്നാണ്ട് ഇറങ്ങിപ്പോര്. അത് ചെറുതാണ്, ഇങ്ങോട്ട് ഇറങ്ങിപ്പോര്. നമുക്ക് മൊയ്യിന് ഗോട്ടിന് അങ്ങ് ഗോട്ടിന് അതാകുമ്പോ 2-3 കുത്തൊക്കെ കിട്ടും. ഇങ്ങോട്ട് ഇറങ്ങ്. ഇതൊന്ന് ഇറങ്ങോ അവിടുന്ന്. അന്നെ എങ്ങട്ടേലും പറഞ്ഞേക്കല്ലോ, അല്ല അംഗനവാടിക്കോ സ്കൂളിക്കോ. ഇത് സ്വൈരം കൊല്ലിയാണ്. ഇറങ്ങിപ്പോര്, വീഴും. ആ ആയിക്കോട്ടെ, ശരി. ഇസുവിന്റെ മീനിനെ അർഷാക്ക് മേലെ കയറ്റിച്ചിട്ടായിട്ട് പോയത്. അതുപോലെ അതിൽ കിളുമ്പി കളിക്കുകയാണ്. വന്നിട്ട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഉമ്മയും അനിയനൊക്കെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയൊരു കുടുക്കയിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. പിന്നെ റേഷനറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കുടുക്ക. ഇത്രയും കുടുക്കയുടെ ആവശ്യമൊന്നുമില്ല, ഇത്രയും വലിയ കുടുക്കയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് വെന്ത് നീന്തി കളിച്ച് അരി നല്ലോണം എൻജോയ് ചെയ്ത് വേവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കുടുക്ക വെച്ചത്. കുടുക്ക എടുത്ത് വെച്ചതും അങ്ങോട്ട് വെച്ചതും ഇങ്ങോട്ട് വെച്ചതൊക്കെ ഉമ്മയാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അതിന് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് പച്ചമുളകും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പുളി ഉണ്ടാക്കാന്നുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നമ്മൾ ഗോതമ്പ് ചേറിയെടുത്തത് കുറച്ച് കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മളൊരു കുപ്പിയിലാക്കി എടുത്തു വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് അലിസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം രാവിലേക്ക് ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2 കപ്പ് അരി, ഒരു 2 പിടി ഉഴുന്ന്, കുറച്ച് ഉലുവ, അത്രയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തൊക്കെ സെറ്റാക്കി. അപ്പൊ അതേ വലിയാക്കുന്ന ലീവാണ്, രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സിദ്ധിയാക്കോ സിറ്റോട്ടിലിരുന്ന് മൂക്കിൽ ഇതിങ്ങനെ തോണ്ടാട്ടോ. അത് ഞാൻ പറഞ്ഞപ്പല്ലേ ചിരിക്കുകയാണ് ഗൈസ്. സംഭവം ഞാൻ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ നമ്മള് വീണ്ടും അടുക്കളയിൽ വന്നും മതി. എനിക്ക് കുറച്ച് മസാലയൊക്കെ സെറ്റാക്കി തരാം കേട്ടോ. നമ്മള് മീനിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം മസാല ഉണ്ടാക്കി വെക്കുമല്ലോ. അപ്പൊ അതിനുള്ള പരിപാടിയാണ് ഉമ്മ. ഉമ്മയുടെ കൂടെ തന്നെ നമ്മുടെ ചെക്കൻ ഇരിക്കുന്നുണ്ട്. മീൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്, പപ്പടം പൊരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉച്ചക്കുള്ളതാണ് കേട്ടോ. കറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീനിന്റെ തലയും വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയായിരുന്നു. അതിന്റെ റെസിപ്പി ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ ഉമ്മയും ചെക്കനും കൂടെ നല്ല പരിപാടിയിലാണ്. അപ്പൊ ഉമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് പകുതി ജോലികൾ ഷെയർ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഉമ്മന്റെ കൂടെ വന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഉമ്മയും ഞാനും കാണാതെ
പച്ച പപ്പടം ഇങ്ങനെ തിന്നാൻ നോക്കുകയാണ് ഇസു. അപ്പൊ ഞാൻ നോക്കണോണ്ട് ഓന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഓന് തിന്നിട്ടുണ്ടാവും. അങ്ങനെ ഓന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയാ, പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് നല്ല കളിയാണ്. കളർഫുൾ ആയിട്ടുള്ള കുറെ സ്പൂണുകളൊക്കെ എടുത്ത് വെച്ച സ്പൂണുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിന് ഓനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ട്രോബെറി കളറുള്ളതാണ് കേട്ടോ. അപ്പം അത് മാത്രം ഓനൊന്നും ചെയ്യൂല, ബാക്കിയുള്ളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് വരും. ഇന്ന് വർഷാക്ക് കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആള് റെയിൻകോട്ടൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഭയങ്കര മഴയല്ലേ ഇപ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ആ തിരക്കില് ഞാനത് മറന്നുപോയി. അങ്ങനെ മീനിനെ കർഷാക്ക് എടുത്ത് വെച്ച സ്ഥലത്ത് നിന്നും അങ്ങനെ അതിനെ എടുത്തിട്ട് അതിന്റെ വെള്ളം മാറ്റാനുള്ള പരിപാടിയാണ്. കാരണം ഓൻ തീറ്റ ഇട്ടെടുത്തിട്ട് അതിനെ ആകെ കൊളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നല്ലൊരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കാന്ന് കരുതിയിട്ട് ലൈൻ പൈപ്പിലെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. നമ്മള് കുഴൽക്കിണറിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചാവും എന്ന് പറഞ്ഞിട്ട് പൈപ്പത്തിലെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ, പൈപ്പത്തെ വെള്ളമാണോ മഴവെള്ളമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു വെള്ളം എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസോനും കൂടെ മൊയ്യിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരം ഒരു 3 മണി ആവാനായിട്ടുണ്ടാവും കേട്ടോ. ഒരു 2:45 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അലീസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഗോതമ്പ് കുതിർന്നിട്ടുണ്ട്, അപ്പൊ അത് വേവിക്കുകയാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് ഉപ്പിന്റെ ആവശ്യമില്ല കേട്ടോ, ഒരു ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഗോതമ്പിനെക്കാട്ടിലും. പക്ഷെ ഇതൊക്കെ പേടിയാണ് കേട്ടോ, ചെറിയരി വേവിക്കുമ്പോൾ പണ്ട് കുക്കർ പൊട്ടിത്തെറിച്ചൊരു കഥ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിസിലടിക്കുമ്പോൾ ദൂരെ പോയി നിന്നിട്ടാണ് വിസിൽ എണ്ണിയത്. അങ്ങനെ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. അർഷാക്കുവിന് കൊടുക്കണം എന്നുള്ള ഒരു ഇത് മൈൻഡിലുള്ളതുകൊണ്ട് ഒരുപാട് വേവിക്കാൻ നിന്നില്ല. പക്ഷെ നല്ലോണം വെന്ത് കഴിഞ്ഞാലാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അത് ഏകദേശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പൊ വെന്ത നമ്മുടെ ഗോതമ്പിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ ചിരവിയതും പാലെടുത്തതൊക്കെ ഉമ്മയാണ്. അപ്പം എന്താ പറയാ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പരിപാടിക്ക് നിന്ന്, അല്ലെങ്കിൽ എനിക്ക് മടിയാവും കേട്ടോ തേങ്ങ ചിരകാന്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബബിൾസും ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു സ്റ്റേജില്ലേ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല നെയ്യിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഇത് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ അലീസയുടെ സെറ്റ് റെഡി ആയിട്ടിട്ട് ചൂടോടെ തന്നെ അർഷാക്കുന് കൊടുക്കാന്നുള്ള പരിപാടിയാണ്. വലിയാക്കും ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ വേറെ ചീത്ത അഭിപ്രായങ്ങളൊക്കെ വരും കേട്ടോ. രസം ഉണ്ടെങ്കിലും രസമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ ഓരോ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.